സരളേ സരളേ. എന്താ ഗഫൂസാറേ? എന്താ എന്റെ കരളേത്? അല്ല സരളേത്? ഞമ്മള് പറഞ്ഞിക്കല്ലേ ഇന്നെങ്കിൽ സാറേന്ന് വിളിക്കരുത്. പിന്നെ എന്താ ചേട്ടാ ഞാൻ വിളിക്കണ്ടേ? ബെസ്റ്റ്, അത് മതി. ചേട്ടാന്ന് വിളിച്ചാ മതി. സരള പോയി ചേട്ടനൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു വേലക്കാരി കിട്ടുക പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടാണ്. നമസ്കാരം, ഞാൻ ഇന്നലെ വന്നിരുന്നു. മനസ്സിലായില്ലേ? ഇൻഷുറൻസ് പോളിസി. ഓ മനസ്സിലായി മനസ്സിലായി. ഇരിക്കൂ. പേപ്പറൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി മാസാമാസം മുടങ്ങാതെ കാശ് അടച്ചോണ്ടിരുന്നാ മതി. നല്ലൊരു സംഖ്യയാ കയ്യിൽ കിട്ടാൻ പോകുന്നത്. അതൊക്കെ അറിയാന്ന്. അല്ല അതിനിടയ്ക്ക് ഞമ്മക്ക് വലിയ അപകടം പറ്റിയാലോ? അല്ല സംശയം കൊണ്ട് ചോദിച്ചാണ്. അന്നേരം കാശ് കിട്ടൂലേ? പിന്നെന്താ, അതൊക്കെ ഞങ്ങളുടെ കമ്പനി വളരെ നീറ്റായിട്ട് ചെയ്തോളും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. വായന കേറി വരാൻ കണ്ടൊരു സമയേ സകല മൂടും പോയി. കരളേ സരളേ സരളേ വെള്ളം എവിടെ സരളേ? വെള്ളം ചോദിച്ചിട്ട് 1/2 മണിക്കൂറായി. ഇപ്പളാ കൊണ്ടുവന്ന്. സൂറാവി ഇവക്ക് അനുസരണല്ലോ. അത് ഞമ്മക്ക് മനസ്സിലായി. എന്താണ് ഒരു നീട്ടല്? അതെ, നമ്മളൊരു പോളിസി എടുത്ത്. ഏഴക്കെട്ട നമ്മളെ പേരിലൊരു പോളിസി ഒക്കെ കൊള്ളാം. പക്ഷെ ഗഫൂർക്ക, ഞമ്മക്ക് ഈയിടെയായിട്ട് ചെലവ് കണ്ടമാനം കൂടുതലല്ലേ എന്നൊരു തോന്നല്. തോന്നലല്ല, ഉള്ളതാണ്. ചെലവ് കൊണ്ട് മനുഷ്യന് ഭ്രാന്ത് പിടിക്കാണ്. എങ്ങനെയാണ് ഇപ്പൊ ചെലവൊന്ന് ചുരുക്കുക? ഞമ്മളൊരു വിദ്യ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളെ വേലക്കാരി സരളയെ ആദ്യം ഇവിടുന്ന് പറഞ്ഞയക്കണം. ചതിച്ചോ? അല്ല അത് വേണം സൂറാവി. നമ്മളെ കഞ്ഞികൂടി മുട്ടല്ലോ. എന്തിനാപ്പ വേലക്കാരി? നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കാനല്ലേ. നിങ്ങള് പേടിക്കണ്ടാന്ന്. നാളെ മുതൽ ഞാൻ തന്നെ അടുക്കള കയറാൻ തീരുമാനിച്ചിക്കണ്. ലാഭമായില്ലേ? പിന്നെ നിനക്ക് ഒടുക്കത്തെ ലാഭല്ലേ കിട്ടാൻ പോണത്. നമ്മളെ പേരിലെ ഇൻഷുറൻസ് തുക ഒരു മാസം കൊണ്ട് മൊത്തമായിട്ട് കിട്ടല്ലോ. ആ സൈസല്ലേ നിന്റെ വാചകം.